ഹലോ. അപ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമുക്ക് ആൻഡ്രോയിഡ് ക്യാപിറ്റൽ എങ്ങനെയാണ് മലയാളം ഫോണ്ടുകൾ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. അതിനു മുൻപായിട്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടുമായിട്ട് ഒരു വലിയ നന്ദി പറയേണ്ടതുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ ഞാൻ ഇതിൽ ട്യൂട്ടോറിയൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിന്റെ കൂട്ടത്തിൽ ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഷെയറും സപ്പോർട്ടും കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള വർക്കുകൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. മിനി വ്ളോഗ്സ്, വെഡിങ് റിലേറ്റഡ് ആയിട്ട് വർക്ക്സ് ഒക്കെയാണ് ഞാൻ ചെയ്തത്. വീഡിയോ എഡിറ്റിംഗ് റേറ്റ് ചോദിക്കുന്നവർ 40-50% പേര് മാത്രമാണ് എഡിറ്റിംഗിനായിട്ട് എന്നെ ചൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ച് മാത്രം പോകുന്നവരാണ്. അവരുടെയൊക്കെ ഇമാജിനേഷൻ വളരെ വലുതായിരിക്കും, പക്ഷെ അതിനുള്ള ബഡ്ജറ്റ് ഉണ്ടായിരിക്കുകയില്ല. എഡിറ്റിംഗിനായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്നും നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണെന്നും ഡീറ്റെയിൽ ആയിട്ട് തുറന്നു പറഞ്ഞ് അതിനുള്ള രീതിയിൽ ഞാൻ എഡിറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. വാട്സ്ആപ്പ് വഴി കോൺടാക്ട് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഉചിതം. അപ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് ക്യാപ്കട്ടിൽ എങ്ങനെയാണ് മലയാളം ടൈപ്പ് ചെയ്യാമെന്ന് നോക്കാം. സ്റ്റെപ്പ് 1. ഇന്നലെ എന്റെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ ഇട്ടിട്ടുള്ള ഫോണ്ട് പാക്കിൽ നിന്നും ആവശ്യമുള്ള ഫോണ്ടുകളെല്ലാം മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുക. സ്റ്റെപ്പ് 2. ഇന്നലെ പറഞ്ഞു തന്ന കുറ്റി പെൻസിൽ വെബ്സൈറ്റിൽ പോയി മലയാളം ടൈപ്പ് ചെയ്ത് അത് FML ഫോണ്ടിലേക്ക് മാറ്റി കോപ്പി ചെയ്ത് എടുക്കുക. സ്റ്റെപ്പ് 3. കോപ്പി ചെയ്ത FML ടെക്സ്റ്റ് ക്യാപ്കട്ടിൽ പേസ്റ്റ് ചെയ്ത് ഫോണ്ട് സെക്ഷനിൽ പോയി ഇതേ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഫയൽ എക്സ്പ്ലോറർ ആയിരിക്കും തുറന്നു വരിക. അവിടെ നിന്ന് ഇന്നലെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫോണ്ട് സെലക്ട് ചെയ്യുക, ആഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, PC-യും ആൻഡ്രോയിഡും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് വെച്ച് പരീക്ഷിച്ച് നോക്കൂ. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചോദിക്കാവുന്നതാണ്. ഞാൻ മറുപടി തരുന്നതായിരിക്കും. കമന്റ് വായിക്കുന്നവർക്കും അത് ഉപകാരപ്പെടും. എന്റെ പ്രൊഫൈലിൽ പിന്നീട് പോസ്റ്റിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളെല്ലാം ഇട്ടിട്ടുണ്ട്. അതിനേതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വാട്സ്ആപ്പ് വഴി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി ടെക്സ്റ്റ് എഡിറ്റിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാളെ നമുക്ക് ഈ ടെക്സ്റ്റുകൾ എങ്ങനെ ആനിമേഷൻ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.